ഇന്ന് നമ്മൾ നോക്കാൻ പോവുക ഇൻ്റർഫെറോമെട്രി എന്താണ്, ഇൻ്റർഫെറോമെട്രി പ്രിൻസിപ്പിൾ വർക്ക് ചെയ്യുന്ന മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോവുക. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഓൾറെഡി എന്തായിരുന്നു ഇൻ്റർഫറൻസ് ബാൻഡ്സ് എന്തൊക്കെയായിരുന്നു, വൈറ്റ് ഡാർക്ക് ബാൻഡ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ കണ്ടു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വൈറ്റ് ഡാർക്ക് ബാൻഡ്സ് ഓൾസോ കോൾഡ് ഫ്രിഞ്ചസ് അതുപയോഗിച്ചുകൊണ്ട് എങ്ങനെ മെഷർമെൻറ്റ് നടത്താം അണ്ടർ ദ പ്രിൻസിപ്പിൾ ഓഫ് ഇൻ്റർഫറൻസ് എന്നുള്ളതാണ് നമ്മളിനി പല അറേഞ്ച്മെൻറ്റ്സിലൂടെ നോക്കാൻ പോവുക. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സെൻറ്റൻസ് ഞാൻ വായിക്കുന്നില്ല. വായിച്ചു കഴിഞ്ഞാലും അതിൻ്റെ ഒരു ക്ലിയർ ആയിട്ട് ഒന്നിലേക്ക് നമുക്കിപ്പോൾ എത്താൻ പറ്റില്ല. അപ്പോൾ എനിവേ ഇൻ്റർഫറൻസ് പ്രിൻസിപ്പിൾ യൂസ് ചെയ്തുകൊണ്ട് ലൈറ്റ് ഡാർക്ക് ബാൻഡ്സ് ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു മെഷർമെൻറ്റ് സിസ്റ്റം ആയിരിക്കും ഇൻ്റർഫെറോമെട്രി. Then this technique is used in a variety of metrological applications such as inspection of machine parts for straightness, parallelism and flatness and measurement of very small diameters among others. Then the instrument used for making measurements using interferometry technique is called an interferometer. Then യൂസിങ് ഇൻ്റർഫറൻസ് ഫോർ ഫ്ലാറ്റ്നെസ് ടെസ്റ്റിംഗ്. അപ്പോൾ നമുക്കിനി ഒരു സർഫസ് ഫ്ലാറ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ അതിന് ഇൻ്റർഫെറോമീറ്റേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ അത് പോസിബിൾ ആകും എന്നുള്ളതാണ് നോക്കാൻ പോവുക. ഫസ്റ്റ് ഓഫ് ഓൾ അതിനുവേണ്ടിയുള്ള ഒരു ഡിവൈസാണ് ഒപ്റ്റിക്കൽ ഫ്ലാറ്റ്. എന്താണ് ഒപ്റ്റിക്കൽ ഫ്ലാറ്റ്? ആൻഡ് ഒപ്റ്റിക്കൽ ഫ്ലാറ്റ് ഈസ് എ ഡിസ്ക് ഓഫ് ഹൈ ക്വാളിറ്റി ഗ്ലാസ് ഓർ ക്വാർട്സ്. ഇപ്പോൾ ഹൈ ക്വാളിറ്റി ഗ്ലാസ് അല്ലെങ്കിൽ ക്വാർട്സ് കൊണ്ട് നിർമ്മിച്ച ഒന്നാണ് ഒപ്റ്റിക്കൽ ഫ്ലാറ്റ്. ദ സർഫസ് ഓഫ് ദ ഡിസ്ക് ഈസ് ഗ്രൗണ്ട് ആൻഡ് ലാബ് ടു എ ഹൈ ഡിഗ്രി ഓഫ് ഫ്ലാറ്റ്നസ്. അപ്പോൾ ഒപ്റ്റിക്കൽ ഫ്ലാറ്റിൻ്റെ ആ ഒരു സർഫസ് അത് വളരെ ഫ്ലാറ്റ്നസ് കൂടിയ ഒന്നാണ്. ഹൈ ഡിഗ്രി ഓഫ് ഫ്ലാറ്റ്നസ് ഉള്ള സർഫസാണ് ഒപ്റ്റിക്കൽ ഫ്ലാറ്റിനെ. ഈ കാണുന്നതാണ് ഒപ്റ്റിക്കൽ ഫ്ലാറ്റ്. Then the size of optical flats vary from 25 to 300 mm in diameter with a thickness ranging from 25 to 50 mm. ഈ കാണുന്നതാണ് ഒപ്റ്റിക്കൽ ഫ്ലാറ്റ്. ദെൻ ഒപ്റ്റിക്കൽ ഫ്ലാറ്റ് വർക്കിംഗ്. ഇനി ഈ ഒപ്റ്റിക്കൽ ഫ്ലാറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഇൻ്റർഫറൻസ് പ്രിൻസിപ്പിളിൻ്റെ ബേസിൽ എങ്ങനെ നമുക്കൊരു സർഫസ് ഫ്ലാറ്റ് ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. When light from a monochromatic light source is made to fall on an optical flat which is oriented at a very small angle with respect to a flat reflecting surface, a band of alternate light and dark patches is seen by the eye. അതായത് ഈ വർക്കിങ്ങിൽ ഈ കളർ ചെയ്തിരിക്കുന്ന ഈ സെൻറ്റൻസ് തന്നെ ഒപ്റ്റിക്കൽ ഫ്ലാറ്റിൻ്റെ ഒരു കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള ഒരു വർക്കിംഗ് ആണ്. അതായത് അത് ഡയഗ്രമായിട്ട് കാണിക്കുകയാണെങ്കിൽ ഇതൊരു റിഫ്ലക്റ്റിംഗ് സർഫസാണ്. നമുക്ക് ഈ ഒരു സർഫസിൻ്റെ ഫ്ലാറ്റ്നെസ് ആണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഒപ്റ്റിക്കൽ ഫ്ലാറ്റ് ഇൻക്ലൈൻഡ് ആയിട്ട് പ്ലേസ് ചെയ്യുന്നു. ദെൻ ഒപ്റ്റിക്കൽ ഫ്ലാറ്റിൽ കൂടെ മോണോക്രോമാറ്റിക് ലൈറ്റ് സോഴ്സ് കടന്നു പോകുന്നു. ആ ലൈറ്റ് സോഴ്സ് ഈ സർഫസിൽ തട്ടി റിഫ്ലക്റ്റ് ചെയ്തൊക്കെ പോകുന്നുണ്ട്. എനിവേ ദെൻ നമ്മളിതിനെ മോണോക്രോമാറ്റിക് ലൈറ്റ് സോഴ്സ് ഈ ഒപ്റ്റിക്കൽ ഫ്ലാറ്റിൽ കൂടെ കിടന്ന് അത് സർഫസിൽ തട്ടി തിരിച്ചു പോകുമ്പോൾ അവിടെ ഇൻ്റർഫറൻസ് മൂലം ഫ്രിഞ്ചസ് ഉണ്ടാകുന്നുണ്ട്. ഫ്രിഞ്ചസ് മീൻസ് ലൈറ്റ് ഡാർക്ക് ബാൻഡ്സുകൾ ഉണ്ടാകുന്നുണ്ട്. ദെൻ ഈ ലൈറ്റ് ബാൻഡ് ഡാർക്സ് വെച്ചുകൊണ്ട് ഈ ഒരു സർഫസ് ഫ്ലാറ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ സാധിക്കും. ഇതാണ് ഒപ്റ്റിക്കൽ ഫ്ലാറ്റിൻ്റെ ഒരു കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള വർക്കിംഗ്. അപ്പോൾ അതാണ് ഈ എഴുതിയിരിക്കുന്നത്. വെൻ എ ലൈറ്റ് ഫ്രം എ മോണോക്രോമാറ്റിക് ലൈറ്റ് സോഴ്സ് ഈസ് മെയ്ഡ് ടു ഫാൾ ഓൺ ആൻ ഒപ്റ്റിക്കൽ ഫ്ലാറ്റ് വിച്ച് ഈസ് ഓറിയൻറ്റഡ് അറ്റ് എ വെരി സ്മോൾ ആംഗിൾ വിത്ത് റെസ്പെക്ട് ടു എ ഫ്ലാറ്റ് റിഫ്ലക്റ്റിംഗ് സർഫസ്, then a band of alternate light and dark patches is seen. ഓക്കെ, ഇനി നമുക്ക്
ഡീറ്റെയിൽ ആയിട്ട് ഒപ്റ്റിക്കൽ ഫ്ലാറ്റിൻ്റെ വർക്കിങ്ങിലേക്ക് പോകാം. ദെൻ ഈ കാണുന്നതാണ് ഒപ്റ്റിക്കൽ ഫ്ലാറ്റ്. ഇതാണ് ലൈൻ ഓഫ് കോണ്ടാക്റ്റ്. ദെൻ ഈ കാണുന്നതാണ് ഫ്ലാറ്റ് സർഫസ്. അപ്പോൾ അതിൻ്റെ ടോപ്പ് സർഫസ് ഇതാണ് റിഫ്ലക്റ്റിംഗ് സർഫസ്. ഓക്കെ. ദെൻ എസ് എന്ന് പറയുന്നതാണ് ലൈറ്റ് സോഴ്സ്. അപ്പോൾ ഒപ്റ്റിക്കൽ ഫ്ലാറ്റ് ഈ ഫ്ലാറ്റ് സർഫസുമായിട്ട് തീറ്റ ആംഗിളിൽ ഇൻക്ലൈൻ ചെയ്തിരിക്കുന്നു. ഓക്കെ. അപ്പോൾ ഇതൊരു ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു സർഫസാണ്. ഇതാണ് ഒപ്റ്റിക്കൽ ഫ്ലാറ്റ്, ഇതാണ് ലൈറ്റ് സോഴ്സ്. ദെൻ ഒപ്റ്റിക്കൽ ഫ്ലാറ്റും ഫ്ലാറ്റ് സർഫസും തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് തീറ്റ ആണ്. When an optical flat is laid over a flat reflecting surface, it orients at a small angle theta due to the presence of an air cushion between the two surfaces. ഇപ്പോൾ ഫ്ലാറ്റ് സർഫസും അതുപോലെ ഒപ്റ്റിക്കൽ ഫ്ലാറ്റും ഇടയ്ക്ക് എയർ ക്യുഷൻ ഉണ്ട്. ഇത്രയാണ് എയർ ക്യുഷൻ. അപ്പോൾ ഈ തീറ്റ എന്ന് പറയുന്നത് ചിലപ്പോൾ വളരെ സ്മോൾ ആയിരിക്കാം, ചിലപ്പം കുറച്ചുകൂടെ ലാർജർ ആയിട്ടുള്ളൊരു വാല്യൂ ആകാം. എനിവേ അത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എനിവേ ഈ ഫ്ലാറ്റ് സർഫസിനും അതുപോലെ ഒപ്റ്റിക്കൽ ഫ്ലാറ്റിനും ഇടയ്ക്ക് എയർ ഉണ്ട്. ദെൻ വർക്കിംഗ്. കൺസിഡർ എ റേ ഓഫ് ലൈറ്റ് ഫ്രം എ മോണോക്രോമാറ്റിക് ലൈറ്റ് സോഴ്സ് falling on the upper surface of the optical flat at an angle. This light ray partially reflected at point A. അതായത് എസ്സിൽ നിന്ന് വരുന്ന ഒരു ലൈറ്റ് റേ, അത് എ എന്ന് പറയുന്ന പോയിന്റ്, അതാണ് ഒപ്റ്റിക്കൽ ഫ്ലാറ്റിൻ്റെ ഈ ഒരു സർഫസ്. അപ്പോൾ ഒപ്റ്റിക്കൽ ഫ്ലാറ്റിൻ്റെ ഈ ഒരു സർഫസിൽ വന്ന് തട്ടി പാർഷ്യലി റിഫ്ലക്റ്റ് ചെയ്തു പോകുന്ന വേവാണ് ഇത്. ദെൻ ഒരു പോർഷൻ എന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ ഫ്ലാറ്റിൽ കൂടെ കിടന്ന് ഫ്ലാറ്റ് ആയിട്ടുള്ള ഈ ഒരു സർഫസിൽ വന്ന് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നു. അപ്പോൾ ദ റിമൈനിങ് പാർട്ട് ഓഫ് ദ ലൈറ്റ് റേ passes through the transparent glass material across the air gap and is reflected at point B on the flat work surface. അപ്പോൾ എയിൽ വെച്ച് പാർഷ്യലി റിഫ്ലക്ഷൻ ഉണ്ടാകുന്നു. ദെൻ ബിയിലേക്ക് ഒരു പാർട്ട് ലൈറ്റ് റേസ് വരുന്നു, അത് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നു. അപ്പോൾ അതാണ് ആ രണ്ട് പോയിന്റിൽ പറയുന്നത്. ദ ടു റിഫ്ലക്റ്റഡ് കമ്പോണൻസ് ഓഫ് ദ ലൈറ്റ് റേ ആർ കളക്റ്റഡ് ആൻഡ് റീകമ്പൈൻഡ് ബൈ ദ ഐ. അപ്പോൾ എയിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്നതും അതുപോലെ ബിയിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്നതുമായിട്ടുള്ള രണ്ട് വേവ്സുകൾ തമ്മിൽ കമ്പൈൻ ചെയ്താണ് നമുക്ക് ഐയിലേക്ക് പോവുക, നമുക്ക് വിസിബിൾ ആവുക. ദെൻ ദ ടു റിഫ്ലക്റ്റഡ് components of the light ray are collected and recombined by the eye, having traveled two different paths whose length differs by an amount ABC. അതായത് ഈ രണ്ട് ലൈറ്റുകൾ റിഫ്ലക്റ്റഡ് റേസ് എടുക്കുകയാണെങ്കിൽ അത് തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് എത്രയായിരിക്കും? ABC എന്ന് പറയുന്നതായിരിക്കും പാത്ത് ഡിഫറൻസ്. ABC എന്ന് പറയുന്നതായിരിക്കും ആ പാത്ത് ഡിഫറൻസ്. അപ്പോൾ അതാണ് പറയുന്നത് ദ പാത്ത് ഡിഫറൻസ് ഈസ് ABC. ദെൻ ഇഫ് ABC, ഇനി ഈ പാത്ത് ഡിഫറൻസ് എന്താണ്? ഈ പാത്ത് ഡിഫറൻസ് ആണ് തീരുമാനിക്കുന്നത് എന്ത്? ഈ രണ്ട് റിഫ്ലക്റ്റഡ് വേവ്സുകൾ ഇൻ്റർഫിയർ ചെയ്താൽ അവിടെ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ഉണ്ടാകണമോ അതോ ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ഉണ്ടാകണമോ എന്നുള്ളത്. അപ്പം നമ്മൾ പറഞ്ഞു പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് ഈവൻ മൾട്ടിപ്പിൾ ഓഫ് λ/2 ആണെങ്കിൽ അവിടെ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ഉണ്ടാകും. ഇനി പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് ഓഡ് മൾട്ടിപ്പിൾ ഓഫ് λ/2 ആണെങ്കിൽ അവിടെ ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ഉണ്ടാകുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എനിവേ ഇഫ് ABC, ദിസ് പാത്ത് ഡിഫറൻസ് ഈക്വൽ ടു λ/2, where λ is the wavelength of the monochromatic light source, then the condition for destructive interference has been satisfied. അപ്പോൾ നമ്മൾ ഈ പാത്ത് ഡിഫറൻസ് നോക്കി ABC. അപ്പോൾ ഈ ABC എന്ന് പറയുന്നത് λ/2 ആണ്. അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു ഓഡ് നമ്പർ ഓഫ് λ/2 ആണെങ്കിൽ, ദാറ്റ് ഈസ് 1 λ/2, 3 λ/2, 5 λ/2 ആണെങ്കിൽ അവിടെ ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ഉണ്ടാകുമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇവിടെ നമുക്ക് ABC എത്രയാണ് കിട്ടിയത്? λ/2. അപ്പോൾ അതുകൊണ്ട് അവിടെ എന്തുണ്ടാകും? ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ഉണ്ടാകും.
then the condition for destructive interference has been satisfied. The eye is now able to see a distinct patch of darkness termed a fringe. അപ്പോൾ നമുക്ക് അവിടെ ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ഉണ്ടാകുന്നതുകൊണ്ട് എന്തായിരിക്കും കാണാൻ പറ്റുക? ഒരു ഡാർക്ക് ബാൻഡ് ആയിരിക്കും കാണാൻ പറ്റുക. അപ്പോൾ നമുക്കിവിടെ ഒരു ഡാർക്ക് ബാൻഡ് ആയിരിക്കും കിട്ടുക. ദെൻ നമ്മൾ ഇനി അടുത്തൊരു ലൈറ്റ് റേ എടുക്കുന്നു. കൺസിഡർ അനദർ ലൈറ്റ് റേ ഫ്രം ദ സെയിം സോഴ്സ് falling on the optical flat at a small distance from the first one. This ray gets reflected at point D and E. നമുക്ക് നോക്കാം. ഇതാണ് അടുത്ത സെയിം സോഴ്സിൽ നിന്നുള്ള അടുത്ത റേ. അത് ഡിയിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ ഇയിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്നു. ദെൻ ഈ രണ്ട് റേസിൻ്റെയും പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് DEF ആണ്. എന്താണ് ആ പാത്ത് ഡിഫറൻസ്? DEF. ആൻഡ് അപ്പോൾ ആ പാത്ത് ഡിഫറൻസ് എത്ര കിട്ടി? ഇഫ് ദ ലെങ്ത് DEF ഓർ ദ പാത്ത് ഡിഫറൻസ് DEF ഈക്വൽസ് 3 λ/2 എന്ന് കിട്ടി. 3 λ/2 എന്തായിരിക്കും? ദെൻ ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ഒക്കേഴ്സ് എഗെയിൻ ആൻഡ് എ സിമിലർ ഫ്രിഞ്ച് ഈസ് സീൻ ബൈ ദ ഒബ്സർവർ. അപ്പോൾ ഇവിടെ എന്താണ് പാത്ത് ഡിഫറൻസ് λ/2, ഇവിടെ 3 λ/2. അപ്പോൾ ഇവിടെ കാണുന്നത് എന്തായിരിക്കും? ഡാർക്ക് ബാൻഡ്. ഇവിടെ എന്തായിരിക്കും കാണുന്നത്? ഡാർക്ക് ബാൻഡ് ആയിരിക്കും. കാരണം പാത്ത് ഡിഫറൻസ് ഓഡ് മൾട്ടിപ്പിൾ ഓഫ് λ/2 ആണ്. However, at an intermediate point between the two fringes, അപ്പോൾ λ/2 പാത്ത് ഡിഫറൻസ് ഉള്ളതും 3 λ/2 പാത്ത് ഡിഫറൻസ് ഉള്ള ആ രണ്ട് ബാൻഡിന് ഇടയ്ക്കുള്ള ഒരു പ്രൊവിഷൻ, അതായത് ഈ ഒരു പോർഷൻ, ഇടയ്ക്കത്തെ ഈ ഒരു പോർഷൻ, അവിടെ ഇതുപോലെ ലൈറ്റ് വരാം, റിഫ്ലക്റ്റ് ചെയ്ത് പോകാം, ഒരു ലൈറ്റ് വരാം, റിഫ്ലക്റ്റ് ചെയ്ത് പോകാം. അപ്പോൾ ഇതിനിടയ്ക്കും റിഫ്ലക്ഷൻ സംഭവിക്കും. സോ ഹൗവർ അറ്റ് ആൻ ഇൻ്റർമീഡിയറ്റ് പോയിന്റ് ബിറ്റ്വീൻ ദ ടു ഫ്രിഞ്ചസ്, അതായത് നമ്മൾ നേരത്തെ കണ്ട രണ്ട് ഡാർക്ക് ബാൻഡിന് ഇടയ്ക്കുള്ള സ്പേസ്, അവിടെ എന്തായിരിക്കും? അവിടെ ഇതുപോലെ ലൈറ്റ് വന്ന് വീഴുന്നു, ഒപ്റ്റിക്കൽ ഫ്ലാറ്റിൻ്റെ ബോട്ടം സൈഡിൽ നിന്നും അതുപോലെ തന്നെ ആ ഫ്ലാറ്റ് സർഫസിൽ നിന്നും റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. ദ പാത്ത് ഡിഫറൻസ് ബിറ്റ്വീൻ ടു റിഫ്ലക്റ്റഡ് പോർഷൻ ഓഫ് ദ ലൈറ്റ് റേ വിൽ ബി ആൻ ഈവൻ നമ്പർ ഓഫ് ഹാഫ് വേവ് ലെങ്ത്. അപ്പോൾ നമുക്ക് നേരത്തെ കിട്ടിയ രണ്ട് ഡാർക്ക് ബാൻഡ് അതിനിടയ്ക്ക് ഉള്ള ഒരു പോയിന്റിൽ എന്തായിരിക്കും ഉണ്ടാകുക? കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ആയിരിക്കും ഉണ്ടാകുക. കാരണം അവിടെയും പാത്ത് ഡിഫറൻസ്, അവിടെയും ലൈറ്റ് വന്ന് റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് ഈവൻ നമ്പർ ഓഫ് ഹാഫ് വേവ് ലെങ്ത്സ് ആയിരിക്കും. ഓക്കെ, thus the two components of light will be in phase and a light band will be seen at the point. അപ്പോൾ ഇതിനിടയ്ക്കുള്ളൊരു പോയിന്റ്, അതായത് ഇവിടെ നമുക്ക് ഡാർക്ക് ബാൻഡ് കിട്ടി, ഇവിടെയും ഡാർക്ക് ബാൻഡ് കിട്ടി, ഇതിനിടയ്ക്കുള്ള ഒരു പോയിന്റിൽ വൈറ്റ് ബാൻഡും കിട്ടി. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒപ്റ്റിക്കൽ ഫ്ലാറ്റിൽ ഡാർക്ക് വൈറ്റ് ബാൻഡുകൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ അത്തരത്തിലൊരു ഫ്രിഞ്ച് ഫോർമേഷൻ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ നമുക്കൊരു ഫ്രിഞ്ച് ഫോർമേഷൻ കാണാൻ സാധിക്കുന്നു. ലൈറ്റ് ഡാർക്ക് ബാൻഡുകൾ. ഇനി നമ്മൾ കാണാൻ പോവുക, ഇപ്പോൾ നമുക്കിവിടെ ഫ്ലാറ്റ്നെസ് ചെക്ക് ചെയ്യണം. നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു സർഫസ്, ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫസിൽ ഒപ്റ്റിക്കൽ ഫ്ലാറ്റ് വെച്ചുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് ഒപ്റ്റിക്കൽ ഫ്ലാറ്റിൻ്റെ വർക്കിംഗ് നടക്കുന്നത് എന്നുള്ളതാണ് പറഞ്ഞത്. ഇനി എങ്ങനെയാണ് ഫ്രിഞ്ചസ് ഉണ്ടാകുന്നത് എന്ന് നമ്മൾ കണ്ടു. ലൈറ്റ് ഡാർക്ക് ബാൻഡിൽ ഉണ്ടാകുന്ന ആ പാത്ത് ഡിഫറൻസ് ആണ് ഈ ലൈറ്റ് ഡാർക്ക് ബാൻഡിന് കാരണക്കാരൻ. ഇനി ഫ്രിഞ്ച് ഏതൊക്കെ രീതിയിൽ വരാം? ഈ ഫ്രിഞ്ച് അല്ലെങ്കിൽ ഈ ഒരു ലൈറ്റ് ഡാർക്ക് ബാൻഡ് വെച്ചുകൊണ്ട് എങ്ങനെ ഒരു സർഫസ് ഫ്ലാറ്റ് ആണോ ഫ്ലാറ്റ് അല്ലയോ എന്നൊക്കെ ചെക്ക് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ പോവുക. ദെൻ ഒപ്റ്റിക്കൽ ഫ്ലാറ്റ് ഫ്രിഞ്ചസ്. അപ്പോൾ ഇവിടെ ഒരു ഡയഗ്രാം കാണുന്നതാണ് ഫ്രിഞ്ച് ഫോർമേഷൻ ഇൻ ആൻ ഒപ്റ്റിക്കൽ ഫ്ലാറ്റ്. മീൻസ് ആൾട്ടർനേറ്റ് ലൈറ്റ് ഡാർക്ക് ബാൻഡുകളാണ് ഈ കാണുന്നത്. അപ്പോൾ ഫിഗർ ഇല്ലസ്ട്രേറ്റ് ദ ടിപ്പിക്കൽ ഫ്രിഞ്ച് പാറ്റേൺ സീൻ ഓൺ എ ഫ്ലാറ്റ് സർഫസ് വ്യൂഡ് അണ്ടർ ആൻ ഒപ്റ്റിക്കൽ ഫ്ലാറ്റ്.
അപ്പോൾ ഒരു ഒപ്റ്റിക്കൽ ഫ്ലാറ്റിലൂടെ നമ്മൾ ഒരു ഫ്ലാറ്റ് സർഫസിന് മുകളിൽ ഒപ്റ്റിക്കൽ ഫ്ലാറ്റ് വെച്ചിട്ട് നമുക്ക് കിട്ടുന്ന ഫ്രിഞ്ച് ഫോർമേഷനാണ് ഈ കാണുന്നത്. മീൻസ് ആൾട്ടർനേറ്റ് ലൈറ്റ് ഡാർക്ക് ബാൻഡ്സ് കാണാൻ പറ്റും. In case of a perfectly flat surface, the fringe pattern is regular, parallel and uniformly spaced. അതായത് ഞാൻ കാണിക്കാം, സർഫസ് ഫ്ലാറ്റ് ആണെങ്കിൽ ഫ്രിഞ്ച് ഫോർമേഷൻ എന്ന് പറയുന്നത് ഇത്തരത്തിൽ റെഗുലർ ആയിട്ടുള്ള യൂണിഫോംലി സ്പേസ്ഡ് ആയിട്ടുള്ള പാരലൽ ആയിട്ടുള്ള രീതിയിലായിരിക്കും കിട്ടുക. ഓക്കെ, in case of a perfectly flat surface, the fringe pattern is regular, parallel and uniformly spaced. Any deviation from this pattern is a measure of error in the flatness of the surface being measured. അപ്പോൾ ഇത്തരത്തിലല്ലാതെ പാരലൽ, യൂണിഫോംലി സ്പേസ്ഡ്, റെഗുലർ ആയിട്ടുള്ള ഒരു ഫ്രിഞ്ച് ഫോർമേഷൻ അല്ല എങ്കിൽ അവിടെ എറർ ഉണ്ടാകും, അവിടെ ഒരു ഫ്ലാറ്റ്നെസ് എറർ ഉണ്ട് എന്ന് മനസ്സിലാവും. അപ്പോൾ അത്തരം എററിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഒരു കാര്യം കൂടെ ഡിസ്കസ് ചെയ്യാനുണ്ട്. അതായത് ഇത് ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു സർഫസ് ആണ് എന്ന് കരുതുക. ഇതാണ് ഒപ്റ്റിക്കൽ ഫ്ലാറ്റ്, ഇതാണ് തീറ്റ എന്ന് പറയുന്ന ആംഗിൾ. അപ്പോൾ ഈ തീറ്റ കൂടിയാലോ കുറഞ്ഞാലോ എന്ത് സംഭവിക്കും? ഫ്രിഞ്ച് ഫോർമേഷന്. ഇപ്പോൾ ഇതൊരു ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫസ് ആണെങ്കിൽ നമ്മൾ ഓൾറെഡി കണ്ടു, ഫ്രിഞ്ച് ഫോർമേഷൻ യൂണിഫോംലി സ്പേസ്ഡ് ആയിട്ടുള്ള പാരലൽ ആയിട്ടുള്ള ഒന്നായിട്ട് കിട്ടും. ഇനി തീറ്റ കൂടുമ്പോൾ തീറ്റ കുറയുമ്പോൾ എന്ത് സംഭവിക്കും? തീറ്റ കുറയും തോറും ഈ ഫ്രിഞ്ചുകൾ തമ്മിലുള്ള സ്പേസിങ് കൂടും. ഫോർ എക്സാമ്പിൾ, തീറ്റ കൂടുന്നു എന്നുള്ള കേസിൽ ഫ്രിഞ്ചുകൾ തമ്മിലുള്ള ഗ്യാപ്പ് കൂടും. ഇനി തീറ്റ കുറയുന്ന ഒരു കേസാണെങ്കിൽ ആ ഫ്രിഞ്ചുകൾ അടുത്തടുത്ത് വരും. സോറി, ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി, നിങ്ങളത് ഓർക്കണ്ട, ഒന്നുകൂടെ പറയാം. തീറ്റ കൂടുന്നൊരു കേസാണ് എങ്കിൽ, അതായത് ഒപ്റ്റിക്കൽ ഫ്ലാറ്റും വർക്ക് പീസും തമ്മിലുള്ള ആംഗിളായ തീറ്റ കൂടുന്നൊരു കേസാണെങ്കിൽ അവിടെ ഓരോ ഫ്രിഞ്ചുകൾ തമ്മിൽ അടുത്തടുത്ത് വന്നുകൊണ്ടേയിരിക്കും. മീൻസ് ഫ്രിഞ്ചുകൾ തമ്മിലുള്ള സ്പേസിങ് കുറയും. ഓക്കെ, ഇനി തീറ്റ കുറയുന്ന കേസിൽ ഫ്രിഞ്ചുകൾ തമ്മിലുള്ള അകലം കൂടിക്കൂടി വരും എന്നോർത്താൽ മതി. ഇപ്പോൾ നേരത്തെ പറഞ്ഞതൊരു ചെറിയൊരു മിസ്റ്റേക്ക് ആയിരുന്നു, ക്ഷമിക്കുക. അപ്പോൾ ഓർക്കേണ്ട കാര്യം, തീറ്റ എങ്ങനെ, അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഫ്ലാറ്റും വർക്ക് പീസും തമ്മിലുള്ള ആംഗിളായ തീറ്റ എങ്ങനെ ഈ ഫ്രിഞ്ചുകൾ തമ്മിലുള്ള സ്പേസിങ് അതിനെ ബാധിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു സർഫസ് ആണെങ്കിൽ നമുക്ക് ഫ്രിഞ്ച് കിട്ടുന്നത് റെഗുലർ, പാരലൽ ആൻഡ് യൂണിഫോംലി സ്പേസ്ഡ് ആയിട്ട് കിട്ടുക. ഇനി ഈ തീറ്റ കുറയുവാണെങ്കിൽ ഫ്രിഞ്ചുകൾ തമ്മിലുള്ള അകലം കൂടും, തീറ്റ കൂടുവാണെങ്കിൽ ഫ്രിഞ്ചുകൾ തമ്മിലുള്ള അകലം കുറയും എന്നോർത്താൽ മതി. Then once we recognize surface configurations from their fringe patterns, it is much easier to measure the configurations. ഇനി നമ്മൾ കുറേ ഫ്രിഞ്ച് പാറ്റേൺസ് നോക്കാൻ പോവുകയാണ്. എന്നിട്ട് അതെന്ത് സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ് നോക്കാൻ പോവുക. ഫസ്റ്റ് ഓഫ് ഓൾ, ഇതാണ് ഒരു ഫ്രിഞ്ച് പാറ്റേൺ. അപ്പോൾ എ എന്ന ഫ്രിഞ്ച് പാറ്റേൺ എന്താ സൂചിപ്പിക്കുന്നത്? ബ്ലോക്ക് ഈസ് നിയർലി ഫ്ലാറ്റ് എലോങ് ഇറ്റ്സ് ലെങ്ത്. ഇപ്പോൾ ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു സർഫസിലാണ് ഇത്തരത്തിലുള്ള ഒരു ഫ്രിഞ്ച് ഫോർമേഷൻ ഉണ്ടാവുക. ഇനി ബി എന്ന് പറയുന്ന ഒന്ന് നോക്കാം. ഇതാണ് ബി. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫ്രിഞ്ച് ഫോർമേഷൻ ഇങ്ങനെയാണ്. സോ ഫ്രിഞ്ചസ് കർവ് ടുവാർഡ്സ് ദ ലൈൻ ഓഫ് കോണ്ടാക്ട്, ഷോയിങ് ദാറ്റ് ദ സർഫസ് ഈസ് കോൺവെക്സ് ആൻഡ് ഹൈ ഇൻ ദ സെൻറ്റർ. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്ന കാര്യം, സർഫസ് കോൺവെക്സ് ആണ്, ഹൈ ഇൻ സെൻറ്റർ ആണെന്ന് മനസ്സിലാകും. ദെൻ സി എന്ന് പറയുന്ന ഇതെന്താ സൂചിപ്പിക്കുന്നത്? സർഫസ് ഈസ് കോൺകേവ് ആൻഡ് ലോ ഇൻ ദ സെൻറ്റർ. അപ്പോൾ സർഫസ് എന്ന് പറയുന്നത് കോൺകേവ് ആണ്, ലോ ഇൻ ദ സെൻറ്റർ ആണ് എന്ന് മനസ്സിലാകും. ഓക്കെ, അപ്പോൾ എ എന്ന് പറയുന്ന ഒരു ഫ്രിഞ്ച് കിട്ടിക്കഴിഞ്ഞാൽ സർഫസ് ഫ്ലാറ്റ് ആണ്, ബി എന്ന് ഒരു ഫ്രിഞ്ച് കിട്ടിയാൽ സർഫസ് കോൺവെക്സ് ആണ്, സി ആണെങ്കിൽ അത് കോൺകേവ് ആണ്. ദെൻ ഡി എന്തായിരിക്കും? സർഫസ് ഈസ് ഫ്ലാറ്റ് അറ്റ് വൺ എൻഡ് ബട്ട് ബിക്കംസ് ഇൻക്രീസിംഗ്ലി കോൺവെക്സ്. അപ്പോൾ ഇതാണ് ഒരു സൈഡിലായിട്ട് ഫ്ലാറ്റ് ആയിട്ടും പിന്നെ ഇൻക്രീസിംഗ്ലി കോൺവെക്സ് ആയിട്ടും പോകുന്ന രീതിയാണ്
ഈ ഒരു ഫ്രിഞ്ച് സൂചിപ്പിക്കുകയാണ്. ദെൻ ഇ എന്ന് പറയുന്ന ഫ്രിഞ്ച്, സർഫസ് ഈസ് പ്രോഗ്രസീവ്ലി ലോവർ ടുവാർഡ്സ് ദ ബോട്ടം ലെഫ്റ്റ് ഹാൻഡ് കോർണർ. അപ്പോൾ ഇതാണ് പ്രോഗ്രസീവ്ലി ലോവർ ടുവാർഡ്സ് ദ ബോട്ടം ലെഫ്റ്റ് ഹാൻഡ് കോർണർ. ഓക്കെ, ഇപ്പോൾ ഇവിടെ വരെ ഫ്ലാറ്റായിട്ട് വന്നു. ദെൻ പതുക്കെ പതുക്കെ അതിൻ്റെ നേച്ചർ മാറുന്നു. ദെൻ എഫ് എന്ന് പറയുന്നത് ദെയർ ആർ 2 പോയിൻറ്റ്സ് ഓഫ് കോണ്ടാക്ട് വിച്ച് ആർ ഹയർ കമ്പയർഡ് ടു അതർ ഏരിയാസ് ഓഫ് ദ ബ്ലോക്സ്. അതാണ് എഫ് സൂചിപ്പിക്കുക. ദെൻ ഇനിയും നമുക്ക് ഒരുപാട് ടൈപ്സുകളുണ്ട്, അതെല്ലാം നമുക്ക് നോക്കണം. ഇത് അടുത്ത ടൈപ്പാണ് ABCD കാണിക്കുക, ഫ്രിഞ്ച് പാറ്റേൺസ് വ്യൂഡ് ത്രൂ ആൻ ഒപ്റ്റിക്കൽ ഫ്ലാറ്റ്. അതിൽ ഫസ്റ്റ് വൺ കേസ് എ, അതെന്താണ്? ദ സർഫസ് ഈസ് ഫ്ലാറ്റ് ഫ്രം ലോവർ റൈറ്റ് ടു അപ്പർ ലെഫ്റ്റ് ബട്ട് സ്ലൈറ്റ്ലി curvature of fringes away from the line of contact indicates that it is slightly concave. Then B എന്താ സൂചിപ്പിക്കുന്നത്? The surface is flat in the direction that the fringes run. However, it is higher diagonally across the center where the fringes are more widely spaced than at the ends. Then C എന്താ സൂചിപ്പിക്കുന്നത്? Circular fringes with the decreasing diameters indicate the surface to be spherical. അപ്പോൾ ഇത്തരത്തിലുള്ള സ്പെറിക്കലായിട്ടുള്ള രീതിയിലുള്ള ഫ്രിഞ്ചസ് ഉണ്ടെങ്കിൽ അത് ഒന്നുകിൽ സർഫസ് കോൺവെക്സ് അല്ലെങ്കിൽ കോൺകേവ് സർഫസ് ആണെങ്കിലാണ് ഇത്തരത്തിലുള്ള സർക്കുലർ ആയിട്ടുള്ള ഫ്രിഞ്ചസ് ഉണ്ടാവുക. അപ്പോൾ നമുക്കത് എങ്ങനെ കോൺവെക്സ് ആണോ ഒരു സർഫസ് കോൺകേവ് ആണോ എങ്ങനെ ചെക്ക് ചെയ്യാമെന്നുള്ളത് നമ്മൾ പഠിക്കും. ഇതിനകത്ത് പറയുന്നുണ്ട്, ബൈ അപ്ലൈയിങ് എ സ്മോൾ പ്രഷർ അറ്റ് ദ സെൻറ്റർ ഓഫ് ദ ഫ്രിഞ്ചസ്, ഇഫ് ദ ഫ്രിഞ്ചസ് ആർ ഫൗണ്ട് ടു മൂവ് towards the center, then the surface is concave. On the other hand, if the fringes move away from the center, the surface is convex. Then case D ആണ്. Case D എന്ന് പറയുന്നത് flat. Parallel, straight and uniformly spaced fringes indicate a flat surface. Then a convex or concave surface will result in concentric fringes. അതാണ് നമ്മളിവിടെ കണ്ടത്. കോൺസെൻട്രിക് ആയിട്ടുള്ള ഫ്രിഞ്ചസ് ആയിട്ടായിരിക്കും വരുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാകും അവിടെ സർഫസ് എന്ന് പറയുന്നത് ഒന്നുകിൽ കോൺവെക്സ് ആണ് അല്ലെങ്കിൽ കോൺകേവ് ആണ്. ഇൻ കേസ് ഓഫ് എ പെർഫെക്റ്റ്ലി ഫ്ലാറ്റ് സർഫസ്, ദ ഫ്രിഞ്ച് പാറ്റേൺ ഈസ് റെഗുലർ, പാരലൽ ആൻഡ് യൂണിഫോംലി സ്പേസ്ഡ്. എനി ഡീവിയേഷൻ ഫ്രം ദിസ് പാറ്റേൺ ഈസ് എ മെഷർ ഓഫ് എറർ ഇൻ ദ ഫ്ലാറ്റ്നെസ്. അപ്പോൾ ഈ കാണിച്ചതാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഫ്ലാറ്റ്. അപ്പോൾ ഇതിൽ നിന്ന് വ്യത്യാസം വരുന്നു, അതെല്ലാം ഫ്ലാറ്റ്നെസ് അതിലുണ്ടാകുന്ന എററാണ് കാണിക്കുന്നത്. ദെൻ ഈ കാണുന്നത് ഒരു സർഫസ് കോൺവെക്സ് ആണെങ്കിൽ, ഞാൻ പറഞ്ഞു കോൺവെക്സ് ആണെങ്കിലും കോൺകേവ് ആണെങ്കിലും സർക്കുലർ ഫ്രിഞ്ചസ് ആയിരിക്കും വരിക. അപ്പോൾ എങ്ങനെ കോൺവെക്സ് ആണ് എങ്ങനെ കോൺകേവ് ആണെന്നുള്ളത് ചെക്ക് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, അതൊന്നുകൂടെ പറയും. അപ്പോൾ ഫ്രിഞ്ച് പാറ്റേൺ പ്രൊഡ്യൂസ്ഡ് ഓൺ എ കോൺവെക്സ് സർഫസ്, ഈ കാണുന്നതാണ് ഫ്രിഞ്ച് പാറ്റേൺ, സർക്കുലർ ആയിട്ടുള്ള ഫ്രിഞ്ചസ്. ദെൻ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ എൻഡിലായിട്ട് ഫ്രിഞ്ചുകൾ അടുത്തടുത്താണ് വരുന്നത്. അതിന് കാരണം എന്നാ? ആസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ സർഫസ് ആൻഡ് ദ ഒപ്റ്റിക്കൽ ഫ്ലാറ്റ് ഇൻക്രീസസ്. കണ്ടോ, ഇവിടെ ആംഗിൾ കൂടുതലാണ് ഈ എൻഡിലായിട്ട്, ഇവിടെയും ആംഗിൾ കൂടുതലാണ്. ആംഗിൾ കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഫ്രിഞ്ചസ് തമ്മിലുള്ള ഗ്യാപ്പ് കുറയുന്നു എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ആസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ സർഫസ് ആൻഡ് ദ ഒപ്റ്റിക്കൽ ഫ്ലാറ്റ് ഇൻക്രീസസ്, ദ ഫ്രിഞ്ച് ബിക്കംസ് നാരോവർ ആൻഡ് മോർ ക്ലോസ്ലി സ്പേസ്ഡ്. അതുകൊണ്ടാണ് ഇവിടെ ഫ്രിഞ്ചസ് തമ്മിലുള്ള ഗ്യാപ്പ് കുറഞ്ഞ് കൂടുതൽ അടുത്ത് വരാനുള്ള കാരണം. ദെൻ ദ സർഫസ് ഇൻ ദ ലെഫ്റ്റ് ഫോട്ടോ ഈസ് നിയർലി ഫ്ലാറ്റ്. Then surface in the right photo is uneven, resulting in a pattern of curved fringes. Then if the surface to be tested is not flat, the bands obtained will be curved. അപ്പോൾ നമ്മൾ ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു സർഫസിൽ എങ്ങനെ ഫ്രിഞ്ചസ് ഉണ്ടാവുന്നത് കണ്ടു, ഫ്ലാറ്റ് അല്ലാത്തൊരു സർഫസിൽ എങ്ങനെ ഫ്രിഞ്ചസ് ഉണ്ടാവുന്നു കണ്ടു. ഇനി if the bands curve around the point or line of contact, the surface is convex. അപ്പോൾ ഇതാണ് കോൺവെക്സ്, ഇതാണ് ലൈൻ ഓഫ് കോണ്ടാക്ട്. അപ്പോൾ ഇഫ് ദ ബാൻഡ്സ് കർവ് അറൗണ്ട് ദ പോയിന്റ് ഓർ ലൈൻ ഓഫ് കോണ്ടാക്ട്, ദെൻ ദ സർഫസ് ഈസ് കോൺവെക്സ്. ഇഫ് ദ ബാൻഡ്സ് കർവ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ദ സർഫസ് ഈസ് കോൺകേവ്. അപ്പോൾ ലൈൻ ഓഫ് കോണ്ടാക്ട്, അപ്പോൾ ആ ലൈൻ ഓഫ് കോണ്ടാക്റ്റിൽ ഈ കാണുന്ന
ഫ്രിഞ്ചസിൻ്റെ നേച്ചർ എങ്ങനെ വരുന്നു അതനുസരിച്ച് കോൺകേവ് ആകാം, കോൺവെക്സ് ആകാം. When the surface under test is curved, circular bands with a central bright spot at the point of contact are observed. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടു സർക്കുലാർ ഫ്രിഞ്ചസ് അല്ലെങ്കിൽ കർവ്ഡ് ആയിട്ടുള്ള ഫ്രിഞ്ചസ് എപ്പോഴായിരിക്കും വരിക? ഒരു സർഫസ് ഒന്നുകിൽ കോൺകേവോ കോൺവെക്സോ ആകുമ്പോഴായിരിക്കും. ഇനി ടു ഡിറ്റർമൈൻ വെദർ ദ സർഫസ് ഈസ് കോൺകേവ് ഓർ കോൺവെക്സ് ഇറ്റ് ഈസ് പ്രസ്ഡ് ലൈറ്റ്ലി വിത്ത് ഫിംഗർ ടിപ്പ് അറ്റ് വൺ എഡ്ജ്. അപ്പോൾ നമുക്ക് നോക്കാം. ഈ കാണുന്നതാണ്. ഇവിടെ നമുക്ക് എങ്ങനെ ഒരു സർഫസ് കോൺവെക്സ് ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഒപ്റ്റിക്കൽ ഫ്ലാറ്റ് അതിന് മുകളിൽ വെച്ചു. അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ സർക്കുലർ ആയിട്ടുള്ള ഫ്രിഞ്ചസ് കിട്ടി. നമ്മൾ നേരത്തെ കണ്ട സർക്കുലർ ആയിട്ടുള്ള ഫ്രിഞ്ചസ് കിട്ടി. ഇനി നമ്മൾ സ്ലൈറ്റ് ആയിട്ടൊരു പ്രഷർ കൊടുക്കുമ്പോൾ, ആ പോയിൻ്റ് ഓഫ് കോണ്ടാക്റ്റിൽ ഒരു പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഈ സെൻറ്റർ, ഈ ഫ്രിഞ്ചസിൻ്റെ സെൻറ്റർ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ മനസ്സിലാകും അത് ഒരു കോൺവെക്സ് ആയിട്ടുള്ള സർഫസ് ആണ് മനസ്സിലാകും. അപ്പോൾ ആ കാര്യമാണ് എഴുതിയിരിക്കുന്നത് ഇവിടെ. ടു ഡിറ്റർമൈൻ വെദർ ദ സർഫസ് ഈസ് കോൺകേവ് ഓർ കോൺവെക്സ് ഇറ്റ് ഈസ് പ്രസ്ഡ് ലൈറ്റ്ലി വിത്ത് ഫിംഗർ ടിപ്പ് അറ്റ് വൺ എഡ്ജ്. ഇഫ് ദ സെൻറ്റർ ഓഫ് ദ ബാൻഡ് ഈസ് ഡിസ്പ്ലേസ്ഡ് ആൻഡ് ദ ഫ്രിഞ്ചസ് കം ക്ലോസർ ദ സർഫസ് ഈസ് കോൺവെക്സ്. ആൻഡ് ഇഫ് ദ ആപ്ലിക്കേഷൻ ഓഫ് ലൈറ്റ് പ്രഷർ at edge makes no change, then light pressure is applied at the center. If the bands move apart and number of bands is reduced, the surface to be tested is concave. ഇപ്പോൾ ഇതാണ് കോൺകേവ് സർഫസും കോൺവെക്സും. കോൺവെക്സിൻ്റെ കേസിൽ ഇത്തരത്തിൽ സെൻറ്ററിൽ ഒരു ഷിഫ്റ്റ് ഉണ്ടാകും, കോൺകേവിൽ ഷിഫ്റ്റ് ഉണ്ടാവില്ല. ദെൻ അതേ കാര്യം തന്നെയാണ് ഈ കാണുന്നത്. സെൻറ്റർ ഷിഫ്റ്റ് ആകുന്നത്, ഇവിടെ സെൻറ്ററിലാണ് ഇരിക്കുന്നത്. ദെൻ പ്രഷർ അപ്ലൈ ചെയ്തപ്പോൾ ഷിഫ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഈ കാണുന്നതൊക്കെ ഫ്രിഞ്ചസ് ആണ്. ദെൻ പാറ്റേൺസ് ഇൻ ആൻ ഇൻ്റർഫ്രോമെട്രി എക്സ്പെരിമെൻറ്റ്. നമ്മൾ ഓൾറെഡി പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. ഡിഫറെൻറ്റ് പാറ്റേൺസ് നമ്മൾ ഒന്നും കൂടെ പറയുന്നു എന്ന് മാത്രം. ഫസ്റ്റ് സർഫസ് എ എന്ന ഫ്രിഞ്ചും അല്ലെങ്കിൽ ബി എന്ന ഒരു ഫ്രിഞ്ചും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പറയും സർഫസ് എ ആൻഡ് ബി ആർ ഫ്ലാറ്റ്. Then the difference in the fringe pitch is due to the difference in inclination of the optical path. അപ്പോൾ ഇവിടെയും നമ്മൾ നോക്കുകയാണെങ്കിൽ സർഫസ് ഫ്ലാറ്റാണ്, പക്ഷേ രണ്ട് സ്ഥലത്തെയും ഫ്രിഞ്ചുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ആ പിച്ച് എന്ന് പറയുന്നത് വ്യത്യാസമാണ്. അതിന് കാരണം എന്താണ്? ഒപ്റ്റിക്കൽ ഫ്ലാറ്റിൻ്റെ ഇൻക്ലിനേഷൻ. ഞാൻ ഓൾറെഡി പറഞ്ഞു, ആ ഇൻക്ലിനേഷൻ കുറയുവാണെങ്കിൽ പിച്ച് കൂടും, ആ ഇൻക്ലിനേഷൻ കൂടുവാണെങ്കിൽ പിച്ച് കുറയും. So the difference in the fringe pitch is due to the difference in inclination of the optical flat. The inclination of optical flat is more in case of B in comparison to A. ഇവിടെയാണ് ഇൻക്ലിനേഷൻ കൂടുതൽ, ഇവിടെയാണ് ഇൻക്ലിനേഷൻ കുറവ്. ദെൻ അടുത്തതാണ് സി എന്ന് പറയുന്ന സർക്കുലർ ഫ്രിഞ്ചസ്. അത് ഓൾറെഡി നമ്മൾ കണ്ടു. കോൺവെക്സോ കോൺകേവോ ആണെങ്കിൽ സർക്കുലർ ഫ്രിഞ്ചസ് വരും. Circular fringes with a decreasing diameter at C indicate the surface to be spherical. Then by applying a slight pressure at the center, fringes move towards the center. The surface is concave. However, if they move away from the center, it is convex. Then D. എന്താണ്? It indicates that the surface is curved more in one direction than the other. ദെൻ ഇ ആണ്. ഇ എന്താ സൂചിപ്പിക്കുന്നത്? ഇ കറസ്പോണ്ട്സ് ടു സ്മൂത്ത് സിലിണ്ടറിക്കൽ സർഫസ്. ദെൻ എഫ് എന്താ എഫ് സൂചിപ്പിക്കുന്നത്? എഫ് അപ്പിയേഴ്സ് ഹൗ ടു എയ്തർ എ റിഡ്ജ് ഓർ എ വാലി ഇൻ ദ മിഡിൽ. അതാണ് എഫ്. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻ്റർഫെറോമീറ്റേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. താങ്ക് യു.